ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഞാനിവിടെ ഒരു 5-6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 6 ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് എന്നിട്ട് ഇത്രയും കാണുന്നത്. നിങ്ങൾ വലിയ ക്യാരറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ 3 എടുത്താൽ മതി കേട്ടോ. നല്ല വലിപ്പമുള്ള ക്യാരറ്റൊക്കെ ആകുമ്പോൾ 3 മതിയാവും. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ബേക്ക് ഭാഗവും മുന്നുഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം അടിഞ്ഞ് ഇട്ടു കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക വെച്ചാൽ അധികം നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കണ്ട കേട്ടോ. അവിടെ ഇവിടെയൊന്നും കടിക്കാനുള്ള ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടെ, എന്നാലാണ് നമുക്ക് ഈ ഒരു റെസിപ്പി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലാവാൻ പാടില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് കാരമലാക്കി എടുക്കണം. ചെറുങ്ങനൊന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. നല്ലോണം കളർ മാറേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കേ. ഈ ഒരു നെയ്യിൻ്റെ അകത്ത് പഞ്ചസാര പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുങ്ങനൊന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു കളർ മാറിയാൽ മതി. അപ്പോൾ ഇതാ ക്യാരറ്റ് ഇതേപോലെയാണ് നമ്മൾ അടിച്ചെടുത്തത് കേട്ടോ. കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഇടുന്ന സമയത്ത് പഞ്ചസാര ചെറുങ്ങനൊന്ന് കട്ട ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കടന്നിട്ട് ഉരുകിക്കോളൂ. ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി ക്യാരറ്റ് ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകണം കേട്ടോ. പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കേട്ടോ. കുറച്ച് നേരം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കുറേ നേരം വേവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ടേസ്റ്റിനൊരു മാറ്റം വരും കേട്ടോ. ആ ഒരു ടേസ്റ്റ് മാറി മതി. അപ്പോൾ ഇതാ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറുവപ്പട്ട അതുപോലെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കറുവപ്പട്ട ഇതേപോലെ ചെറുങ്ങനൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഏലക്ക അത് ചതുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ചെറിയ കഷ്ണം കറുവപ്പട്ട മതിയാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചാൽ മതിയാവും. ഇപ്പം മുട്ട നല്ലോണം പതിഞ്ഞ് പൊങ്ങി വരണം കേട്ടോ. അതുവരെ അടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് എടുക്കേണ്ടത്. മൈദപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ 4 മുട്ടക്ക് 1 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് അളവ് എടുക്കുകയെന്ന് വെച്ചാൽ 1.25 ഗ്ലാസ് എടുക്കണം കേട്ടോ. 1.25 മൈദ എടുത്താൽ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദൻ്റെ അകത്ത്. ഇനി ഇതാ മുട്ട നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഇതേപോലെ ബീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അത്രയും മതിയാവും, കൂടുതലാവണ്ട കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി ബീറ്റാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മളിത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മൈദ അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിക്കില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അരിച്ചിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ. പതുക്കനെ ചെയ്യണം കേട്ടോ. എന്താ ഇത് താഴ്ന്നു പോകും, കാരണം നമ്മൾ ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് താഴ്ന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒന്നും കൂടി ആക്കിയതിന് ശേഷം ഒന്നും കൂടി എന്താ മൈദൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കട്ടോ. ഇതേപോലെ എന്താ മൈദയും അതുപോലെ തന്നെ ക്യാരറ്റും തീരുന്നത് വരെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. മൈദ ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ക്യാരറ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം മൈദ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ ക്യാരറ്റ് എല്ലാ ഭാഗത്തും എത്തും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. സമാധാനത്തിൽ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പതുക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ തീരെ അറിയാത്തവരുണ്ടാവല്ലോ, ഓർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് തീരെ ഫ്ലോപ്പ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതേപോലെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്തേ പാടും എന്താ കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. പിറ്റേന്ന് കഴിക്കുന്നേരാണ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പോട്ടാണ്. ഇതേപോലത്തെ പോട്ടിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിലാന്നല്ല നമ്മളിത് മുഴുവനായിട്ട് ചെയ്ത്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ട്. പിന്നെ നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു പോട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം എന്താ നെയ്യ് തടവി കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായ ഒരു എന്താ മൂടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു ഒരു അരമണിക്കൂർ 30-35 മിനിറ്റ് നമുക്കിത് ബേക്കിങ്ങിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോളില്ലേ അത് അടച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ അവിടെ ഒരു ഹോളില്ലേ അത് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്ത് നോക്കി ഇത് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാൻ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ക്യാരറ്റ് കേക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞേ. ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഇപ്പം നല്ല അടിപൊളി കേക്കാണ്. ഇതേപോലെ ചെയ്ത് നോക്ക്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.